ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഗരം മസാല ഉണ്ടാക്കാനാണ് പോകുന്നത്. ഗരം മസാല എന്ന് പറയുമ്പോൾ നല്ല മണവും രുചിയൊക്കെ ഉള്ളൊരു മസാല. വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഈ മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടി 6 സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഓരോന്നിൻ്റെ പേരും അളവും ഞാൻ പറയാം. പെരുംജീരകം 100 ഗ്രാം, ഏലക്ക 30 ഗ്രാം, പട്ട 30 ഗ്രാം, ഗ്രാമ്പു 25 ഗ്രാം, തക്കോലം 5 ഗ്രാം, 2 ജാതിപത്രി. എടുത്തു വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് റോസ്റ്റ് ചെയ്യണം. ആദ്യം നമുക്ക് ഈ പെരുംജീരകം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എണ്ണ ഒഴിക്കരുത്. ചെറിയ തീയിൽ കുറച്ച് സമയം എടുക്കും റോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. കളറൊന്നും ഒരുപാട് ചേഞ്ച് ആകരുത്. ചെറുതായിട്ടൊന്ന് പൊട്ടാൻ തുടങ്ങും, ആ സമയത്ത് എടുക്കണം. ഇനി പട്ട ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാകാൻ തുടങ്ങുന്ന സമയത്ത് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാം. നല്ല ക്വാളിറ്റിയുള്ള ഗ്രാമ്പൂ എടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഏലക്കയും. ഏലക്കയുടെ ഉള്ളിൽ നിറച്ച അരിയുണ്ട്, ഒന്നുപോലും ഇതിൽ വേസ്റ്റ് ഇല്ല. ചിലത് നമുക്ക് വാങ്ങിക്കുമ്പോൾ നല്ല ഭംഗി തോന്നും, എടുക്കുന്ന സമയത്ത് അരി വളരെ കുറവായിരിക്കും. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ചേർക്കുമ്പോഴേ ഈ അളവിൽ കറക്റ്റായിട്ട് അതിൻ്റെ മണവും രുചിയൊക്കെ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ അളവ് കൂടുതൽ ചേർക്കണം. തക്കോലവും 2 ജാതിപത്രി ഇതും കൂടെ ഇട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ചൂടുണ്ടായിരിക്കണം. ചെറിയ ചൂട് കിടന്നിട്ട് തന്നെ റോസ്റ്റ് ആവുകയും വേണം. റോസ്റ്റ് ചെയ്യുന്ന പരുവം കറക്റ്റായാൽ മാത്രമേ മസാലയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന മണവും രുചിയൊക്കെ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ടേസ്റ്റേ മാറിപ്പോകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർക്കാം. ആദ്യമേ ചെറിയ ജീരകം ചേർക്കരുത്. ഇതുപോലൊന്ന് പകുതി ചൂടായി കഴിഞ്ഞിട്ട് വേണം ചേർക്കേണ്ടത്. ഏലക്കയിൽ ഒരുപാട് മരുന്നടിക്കുന്നതുകൊണ്ട് ഞാനൊരു രീതി ചെയ്ത് നോക്കി, അത് ഞാൻ പറയാം. നല്ലപോലെ തിളച്ച വെള്ളത്തിൽ ഒരു 30 സെക്കൻഡ് ഏലക്ക മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതെടുത്തിട്ട് വീണ്ടും തണുത്ത വെള്ളത്തിൽ ഒരു 30 സെക്കൻഡ് മുക്കി വെച്ചിട്ട് എടുത്ത് നല്ലപോലെ വെയിലിൽ ഉണക്കി വെച്ചിട്ടുള്ള ഏലക്ക ഇത്. ഊട്ടിയിൽ നിന്ന് വാങ്ങിച്ച നല്ല ഏലക്ക കേട്ടോ. എല്ലാം നല്ല പാകത്തിന് റോസ്റ്റ് ആയിട്ടുണ്ട്. നല്ലൊരു മണവും വരുന്നുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് എടുക്കാം. ഈ ചൂട് നല്ലപോലെ പോയ ശേഷം വേണം പൊടിച്ചെടുക്കേണ്ടുന്നത്. പൊടിക്കുന്നതിന് മുമ്പായിട്ട് ഈ പട്ട കഷ്ണങ്ങളൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് കുത്തി ഒടിച്ച് കൊടുക്കാം, പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടി. ചൂടൊക്കെ നല്ലതുപോലെ പോയിട്ടുണ്ട്. ഇനി മിക്സി ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. കുറേ സമയം തുടർച്ചയായിട്ട് അങ്ങ് പൊടിക്കരുത്. ഈ മിക്സി ജാർ ചൂടാവുന്നതുകൊണ്ട് നമ്മൾ ആദ്യം ഒന്ന് പൊടിച്ചിട്ട് ഓഫ് ചെയ്തിടുക, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പൊടിക്കണം. ആദ്യം ഒന്ന് പൊടിച്ചിട്ട് ഓഫ് ചെയ്തിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും പൊടിച്ച്, അങ്ങനെ ഒരു 3 പ്രാവശ്യം ചെയ്തിട്ടാണ് നന്നായിട്ട് പൊടിച്ചെടുത്തത്. പെരുംജീരകം ആദ്യം റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് പിന്നീട് ബാക്കിയുള്ള എല്ലാം കൂടി ചേർക്കുമ്പോഴേ ഇങ്ങനെ നല്ല പൊടി കിട്ടുന്നത്. ഇതിപ്പോൾ അങ്ങ് ഒരുപാട് നൈസാക്കി പൊടിച്ചെടുത്തിട്ടില്ല. ചെറിയൊരു തരിയുണ്ട്, ഒരുപാട് തരിയില്ല. ഈ ഒരു പാകത്തിലാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. കൂടുതൽ നൈസാക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ചൂടൊക്കെ പോയ ശേഷം നന്നായിട്ട് കഴുകി ഉണങ്ങി ഇതുപോലത്തെ എയർ ടൈറ്റായിട്ടുള്ള ബോട്ടിലിട്ട് കുറേ നാൾ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാം. ആവശ്യത്തിന് നമ്മൾ ചെറിയൊരു ബോട്ടിൽ മാറ്റി വെച്ചാൽ മതി. നല്ലൊരു മണമുണ്ടെന്ന മസാലയുടെ ഒരുപാട് കുത്തലുമില്ല. ഈ മസാല നമുക്ക് കൂൺ കറി വയ്ക്കുമ്പോൾ ഉപയോഗിക്കാം, അതുപോലെ പനീർ മസാല, സ്റ്റൂ, പിന്നെ കടലക്കറിക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം. ചിക്കൻ കറിക്കൊക്കെ 1 കിലോയ്ക്ക് 1 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. നല്ല മണമുള്ള മസാല ആയതുകൊണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇത്ര ടേസ്റ്റുള്ള മസാല നമുക്ക് കിട്ടത്തതുമില്ല. മസാല നിറയ്ക്കുന്ന സമയത്ത് അങ്ങ് കുത്തി നിറച്ചിട്ട് കൊടുക്കരുത്. ഇതുപോലെ കുറച്ച് ലൂസായിട്ട് ഇട്ട് കൊടുക്കണം. നോക്കിക്കാൻ നല്ല സ്പേസ് ഉണ്ട്. ഇതേപോലെ ബിരിയാണിക്ക് ഈ മസാല ഉപയോഗിക്കാം. ബിരിയാണി മസാല ഞാൻ പ്രത്യേകം ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ അതിൽ കൂടുതലായിട്ട് ചേർക്കും. ആ മസാല ഇല്ലെങ്കിൽ ബിരിയാണി വയ്ക്കുന്ന സമയത്ത് ഈ മസാല ചേർക്കും. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്